എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം 11ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 2ാം അധ്യായം, അതിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ബ്രഹ്മാധികൃത ദേവകീ ഗർഭഗത വിഷ്ണോഹോ സ്തുതി. ദേവകീ ഗർഭഗതനായ ഭഗവാനെ ബ്രഹ്മാവും മഹാദേവനും മറ്റ് ദേവന്മാരും എല്ലാവരും കൂടി വന്ന് സ്തുതിക്കുന്ന ആ സ്തുതിയാണ്. അതിന്റെ 37 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇനി ശേഷിക്കുന്നത് 4 ശ്ലോകങ്ങൾ ആ സ്തുതിയിലും പിന്നൊരു ശ്ലോകവും കൂടെ. അതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ 3ാം അധ്യായം അവതാരാധ്യായത്തിലേക്ക് കടക്കും. അത് നോക്കാം. അപ്പോ ദ്വിതീയാധ്യായം നമുക്ക് ആദ്യം തൊട്ട് തന്നെ വായിക്കാം, മുഴുവൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. പ്രലംബഗജാണൂരതൃണാവർത്തമഹാശനൈഃ മുഷ്ടികാരിഷ്ടദ്വിവിധപൂതനാകേശിധേനുകൈഃ അന്യൈശ്ചാസുരഭൂപാലൈർബാണഭൗമാദിഭിർയുതഃ യദൂനാം കദനം ചക്രേ ബലീമാഗതസംശ്രയഃ തേ പീഡിതാനി വിവിശുഃ കുരു പഞ്ചാലകേ ഗയാൻ സാൽവാൻ വിദർഭാൻ നിഷധാൻ വിദേഹാൻ കോസലാനപി ഏകേ തമനരുന്ധാനാ ജ്ഞാതയഃ പര്യുപാസതേ അതേഷു ഷട്സു ബാലേഷു ദേവക്യാ ഔഗ്രസേനിനാ സപ്തമോ വൈഷ്ണവം ദാമായം അനന്തം പ്രചക്ഷത്തെ ഗർഭോ ബഭൂവ ദേവക്യാ ഹർഷശോക വിവർദ്ധനഃ ഭഗവാനപി വിശ്വാത്മാ വിദിത്വാ കംസജംബയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശത് ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാശ്ച കംസസംവിഘ്നാ വിവരേഷു വസന്തിഃ ദേവക്യാ ജഠരേ ഗർഭം ശേഷാക്യം ദാമമാമകം തൽ സന്നികൃഷ്യ രോഹിണ്യാ ഉദരേ സന്നിവേശയ അദാഹം അംശഭാഗേന ദേവക്യാ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം നന്ദപത്ന്യാം ഭവിഷ്യസി അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരി ധൂപോപഹാര ബലിഭിഃ സർവകാമവരപ്രദാം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണാ മാധവീ കന്യകേതി ച മായാ നാരായണീ ഈശാനീ ശാരദേത്യംബികേതി ച ഗർഭസംകർഷണാത്തം വൈ പ്രാഹുഃ സംകർഷണം ഭുവി രാമേതി ലോകരമണാത് ബലം ബലവദുശ്രയാത് സന്ദിഷ്ടൈവം ഭഗവതാ തദേത്യോമിതി തദ്വചഃ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗതാ തത്തഥാ കരോത് ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണീം യോഗനിദ്രയാ
അഹോ വിശ്രംസിതോ ഗർഭഃ ഇതി പൗരാ വിചുക്രുഷുഃ ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കരഃ ആവിവേശാംശഭാഗേന മന ആനഗദുന്ദുഭേഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സബിഭ്രത് പൗരുഷം ധാമ വ്രാജമാനോ യഥാ രവിഃ ദുരാസതോതി ദുർദർശോ ഭൂതാനാം സംബഭൂവഃ തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ടായദാനന്ദകരം മനസ്ഥഃ സാ ദേവകീ സർവജഗന്നിവാസ നിവാസഭൂതാനിതരാം നരേജേ ഭോജേന്ദ്രഗേഹഗ്നിശിഖേ വരുദ്ധ സരസ്വതീ ജ്ഞാനഖലേ യദാ സതി താം വീക്ഷ്യ കംസഃ പ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭവനം ശുചിസ്മിതാം ആഹൈഷ മേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ യന്ന പുരേയമീദൃശീ കിമദ്യ തസ്മിൻ കരണീയമാശു മേ യദർത്ഥതന്ത്രോ ന വിഹന്തി വിക്രമം സ്ത്രിയാ സ്വസുർഗുരുമത്യാ വധോയം യശശ്രിയം ഹന്ത്യനുകാലമായുഃ സ ഏഷ ജീവൻ ഖലു സംപരേതോ വർത്തേത യോത്യന്ത നൃശംസിതേന ദേഹേ അമൃതേതം മനുജാ ശപന്തി ഗന്ധാതമോന്തം തനുമാനിനോ ധ്രുവം ഇതി ഘോരതമാദ്ഭാവാത് സന്നിവൃത്തഃ സ്വയം പ്രഭുഃ ആസ്തേ പ്രതീക്ഷൻ തജ്ജന്മ ഹരേർവൈരാനുബന്ധകൃതം ആസീനഃ സംവിശൻ തിഷ്ഠൻ ഭുഞ്ജാനഃ പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത്തന്മയം ജഗത് ബ്രഹ്മാ ഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭിഃ ദേവൈ സാനുചരൈ സാകം ഗീർഭിഃ വൃഷണമൈഡയൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായനോ സൗദിബലസ്ത്രിമൂലശ്ചതൂരസഃ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോദശതി ദ്വിഖഗോ ഹ്യാദിവൃക്ഷഃ ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ ബിഭർഷിരൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാമഭദ്രാണി മുഹുഃഖലാനാം ത്വയ്യംബുജാക്ഷാഖില സത്വദാംനി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ദിം സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമന് ഭവാർണവം ഭീമമദഭ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാവമത്ര തേ നിധായ യാഗാ സദനുഗ്രഹോ ഭവാൻ യേന്യേരവിന്ദാക്ഷ വിമുക്തമാനിനസ്ത്വയ്യസ്തഭാവാദവി അവിശുദ്ധബുദ്ധയ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തതഃ പദം യതോ അനാദൃതയുഷ്മദംഗ്രയ തദാനതേ മാധവ താവകാഃ ക്വചിത് ഭ്രശ്യന്തി മാർഗാ ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാപി ഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകപമൂർധസു പ്രഭോ സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം വപുഃ വേദക്രിയാ യോഗതപസ്സമാധിഭിസ്തവാർഹണം യേന ജനഃ സമീഹതേ സത്വം ന ചേദ്ധാദർ ഇദം നിജം ഭവേത് വിജ്ഞാനമജ്ഞാനഭിതാപമർജനം ഗുണപ്രകാശൈരനുമീയത്തെ ഭവാൻ പ്രകാശത്തെ യസ്യ ച യേന വാ ഗുണഃ ന നാമരൂപേ ഗുണജന്മകർമ്മഭിഃ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചോഭ്യാമനുമേയവത്മനോ ദേവ ക്രിയായാം പ്രതിയന്ത്യതാഭിഃ
ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേതാ നഭവായ കൽപ്പതേ ദിഷ്ട്യാ ഹരേസ്യാഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേഷിതുഃ ദിഷ്ട്യാങ്കിതം ത്വൽപതകൈ സുശോഭനൈ ദ്രക്ഷ്യാമദാം ദ്യാം ച തവാനുകമ്പിതാം നതേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതാ യതസ്ത്വയി അഭയാശ്രയാത്മനി മത്സ്യാശ്വകച്ഛപ നൃസിംഹ വരാഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാരഃ ത്വം പാസിനസ്ത്രിഭുവനം ച യദാധുനേശ ഭാരം ഭുവോ ഹരയതൂത്തമ വന്ദനം തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദിഷ്ട്യാംബതേ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായമഃ മാ ഭൂദ്ഭയം ഭോജപതേർമുമൂർഷോഃ കോപ്തായദൂനാം ഭവിതാ തവാത്മജഃ. ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപം അനിദം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ പ്രദിയയുർദിവം. ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗത വിഷ്ണോഃ ബ്രഹ്മാധികൃതസ്തുതിർനാമ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, ശുഭസായാഹ്നം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ, ശ്രീകൃഷ്ണ ലീലാമൃതം, ബ്രഹ്മാധികൃത ദേവകീ ഗർഭഗത വിഷ്ണു സ്തുതി. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. ബ്രഹ്മാധികൃത ഭഗവത് സ്തുതി. ദേവകീ ഗർഭഗതനായ ഭഗവാനെ സാക്ഷാൽ ആ സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണെന്ന് സ്തുതിച്ച് ആരംഭിച്ചു. സത്യം പരം ധീമഹി എന്നുള്ള ആ ആശയത്തിലൂടെ ഭഗവാന്റെ സ്വരൂപലക്ഷണം, തടസ്ഥ ലക്ഷണം മുതലായ ലക്ഷണങ്ങളിലൂടെ ഭഗവാനെ വർണ്ണിച്ചു. 26, 27, 28 ശ്ലോകങ്ങളിലൂടെ. പിന്നീട് ഭഗവാന്റെ അവതാരമൂർത്തിയെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു. 29 ശ്ലോകത്തില് ഭഗവാൻ ഈ ലോകത്തിന്റെ ക്ഷേമത്തിനായിക്കൊണ്ടാണ് അവതാരമൂർത്തികളെ ധരിക്കുന്നത്. അത് സത്വമൂർത്തികളാണ്. അത് സജ്ജനങ്ങൾക്ക് സുഖാവഹങ്ങളും
ഖലന്മാർക്ക് അഭദ്രങ്ങളുമായിട്ടുള്ള മൂർത്തികളാണ് എന്ന് ഭഗവാന്റെ ആ അവതാര തത്വത്തെക്കുറിച്ച് പറഞ്ഞു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരമൂർത്തികൾ ആ കാലത്ത് ദുഷ്ടനിഗ്രഹം മാത്രമല്ല, ശിഷ്ടാനുഗ്രഹം മാത്രമല്ല, പിൽക്കാലത്തേക്കും സജ്ജനങ്ങൾക്ക് മുഴുവൻ ആശ്രയിക്കാനുള്ള ആലംബനമൂർത്തികളാണ്. ആ സാത്വിക മൂർത്തികളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ കപ്പലാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾ, സജ്ജനങ്ങൾ സംസാരസാഗരത്തെ പശുക്കുളമ്പ് ചാടിക്കടക്കുന്ന ലാഘവത്തോടെ കടക്കുന്നു. അങ്ങനെയുള്ള പൂർവീകരായ മഹാപുരുഷന്മാർ അവർ സ്വയം ഭഗവാന്റെ ലീലകളാകുന്ന, കഥകളാകുന്ന, നാമരൂപങ്ങളാകുന്ന ഭാവങ്ങളെയെല്ലാം ആശ്രയിച്ച് സംസാരസാഗരത്തിന്റെ മറുകര കടന്ന ശേഷം അതേ കപ്പൽ പിന്നീട് വരുന്നവർക്ക് വേണ്ടിയും ഇവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതുതന്നെയാണ് ഭാഗവതം. ഭഗവാന്റെ കഥകൾ തന്നെയാണ് ഭഗവാനെ ആശ്രയിക്കാനുള്ള വഴി. എന്നാൽ ആരാണോ ദേഹാഭിമാനികൾ അല്ലെങ്കിൽ വിമുക്തന്മാരെന്ന അഭിമാനികളായിരിക്കുന്നവർ, സ്വയം ജീവൻ മുക്തനെന്ന് കരുതി വലിയ ജ്ഞാനികളാണെന്നൊക്കെ കരുതുന്നവർ, അവർ ഭഗവാനിൽ ഭക്തിയില്ലാത്തവരാണെങ്കിൽ അവരുടെ ബുദ്ധി ശുദ്ധമാകുന്നില്ല. അവർ കഷ്ടപ്പെട്ട് വലിയ പദങ്ങളെയൊക്കെ പ്രാപിച്ച ശേഷം പിന്നെയും അധപ്പതിക്കുന്നു. കാരണം ഭഗവാന്റെ പാദങ്ങളെ ആദരിക്കാത്തതുകൊണ്ട്. എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവർ, ഭഗവാനിൽ ബദ്ധസൗഹൃദരായിട്ടുള്ളവർ, ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്നവർ നിർഭയരായിക്കൊണ്ട് അവർക്ക് നേർക്ക് വരുന്ന വിഘ്നങ്ങളുടെ എല്ലാം മൂർധാവിൽ കാലുവെച്ചുകൊണ്ട് അവര് ലക്ഷ്യത്തിലേക്ക് തന്നെ സഞ്ചരിക്കുന്നു, ഭഗവാനാൽ കൈപിടിച്ച് നടത്തപ്പെടുന്നു. ഇനി ഭഗവാന്റെ അവതാരമൂർത്തിയോ അത് ശുദ്ധസത്വാത്മകമാകുന്നു. അത് നമ്മളെ പോലെയുള്ള മറ്റ് ജീവന്മാരെ പോലെയുള്ള മലിനസത്വം അല്ല. ആ ഭഗവാന്റെ ശുദ്ധസത്വാത്മകമായ മൂർത്തി ശ്രേയസ്സിന് ഉപായനമാകുന്നു, ശ്രേയസ്സിനെ ആശ്രയിക്കാനുള്ള മാർഗമാകുന്നു. ആ ഭഗവാന്റെ സാത്വിക മൂർത്തിയെ സേവിച്ചുകൊണ്ട് വേദക്രിയാ യോഗ തപസ്സമാധിഭി തവ അർഹണം യേന ജനസമീഹത്തെ, ഭഗവാന്റെ ആരാധനയെ പല രീതിയിൽ അനുഷ്ഠിക്കുന്നു. ഭഗവാൻ ഇങ്ങനെയുള്ള സത്വമൂർത്തിയെ ധരിച്ചില്ല എങ്കിൽ അജ്ഞാന ഭേദഭാവങ്ങളെ നശിപ്പിക്കുന്ന വിജ്ഞാനം ന ഭവേത്. അപ്പോൾ ഭഗവാന്റെ ഈ സാത്വിക മൂർത്തി ഉള്ളത് കാരണമാണ് നമുക്ക് ആശ്രയിച്ച് നമുക്ക് അന്ധകരണത്തെ ശുദ്ധമാക്കിക്കൊണ്ട് അജ്ഞാന ഭേദങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള വിജ്ഞാനം ലഭിക്കാൻ കാരണമാകുന്നത്. ബാക്കി ഭഗവാൻ ഈ ഗുണരൂപങ്ങളിൽ ഗുണപ്രകാശങ്ങളാൽ അനുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ ബോധം നമ്മുടെ ഉള്ളില് അറിവായി ഉറയ്ക്കണമെങ്കിൽ, വിജ്ഞാനമായി ഉറയ്ക്കണമെങ്കിൽ ഉപാസനയിലൂടെയേ സാധിക്കുകയുള്ളൂ. ഇനി ഭഗവാന് എത്ര നാമങ്ങൾ, എത്ര രൂപങ്ങൾ, എന്തെല്ലാം കർമ്മങ്ങൾ, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഭാവങ്ങളൊക്കെ നിരൂപണം ചെയ്യാൻ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ സാധ്യമല്ല. അനന്തനാണ് ഭഗവാൻ. ഭഗവാന്റെ ലീലകളും അനന്തങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത്രമാത്രം എന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ല. നമ്മളിതൊക്കെ ഈ ഭാഗവതത്തിൽ ഇതൊക്കെ പഠിച്ച് കേട്ടിട്ട് ഈ ആളുകൾ വീണ്ടും ദശാവതാരം ഭഗവാന്റെ ഇത്രാമത്തെ അവതാരമാണ്, വാമനാവതാരം ഇത്രാമത്തെ അവതാരമാണ്, രാമാവതാരം എന്നൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നുന്നു, ചിരി വരുന്നു, അല്ലെ, അവരോട് കാരുണ്യം തോന്നുന്നു. ആകെ ദശാവതാരത്തില് കെട്ടിവെച്ചിരിക്കുകയാണ് അവരുടെ മനസ്സുകൾ. വലിയ വലിയ TV ഷോകളിൽ കൂടെ പണ്ഡിതന്മാരെന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്നു കൊണ്ട് ദശാവതാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കുന്ന ബാക്കിയുള്ള സാധാരണ ജനങ്ങളും അത് അങ്ങനെ തന്നെ ധരിച്ചു വരും.
ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യേയങ്ങളാണ്, അസംഖ്യേയങ്ങളാണ്, അസംഖ്യേയങ്ങളാണ് എന്ന് നമ്മള് എവിടെയൊക്കെ സാധിക്കുമോ അവിടെയൊക്കെ വിളിച്ചു കൂവിക്കൊണ്ടേയിരിക്കണം. എന്നാലേ ഈ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ദശാവതാരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കൃത്യമായിട്ട് അവർ എണ്ണി പറയും. ഒന്നാമത്തെ അവതാരം മത്സ്യാവതാരം തന്നെയാണ്. കൃത്യമായിട്ട് രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മ അവതാരം. മൂന്നാമത്തത് വരാഹമല്ലാതെ വേറൊന്നും അല്ല. നാലാമത്തത് നരസിംഹമാണ്. അഞ്ചാമത്തത് വാമനാവതാരം തന്നെയാണ്. ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഭഗവാൻ ഈ അവതാരമൊക്കെ എടുത്തത്. ഇവരെണ്ണം വെച്ചിട്ടിരിക്കുകയാണ്. മൂഢജനങ്ങളെന്നല്ലാതെ എന്താ പറയുക. എന്നിട്ട് അതിന് ചില സയന്റിഫിക് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളും കൊടുക്കും. എന്താ പറയുക, ലോകത്തിലെ ജീവജാലങ്ങളുടെ വികാസക്രമത്തിനനുസരിച്ചാണ് ഭഗവാന്റെ അവതാരം നോക്കാം അല്ലെ. ആദ്യം ഉണ്ടാകുന്നത് ജലജന്തുക്കളാണ്. അപ്പൊ മത്സ്യാവതാരം, അത് കഴിഞ്ഞ് മത്സ്യത്തിന് തന്നെ കയ്യും കാലും ഒക്കെ മുളച്ച് ഉഭയ ജീവിയായി മാറുന്നു. കരയിലും ജീവിക്കാവുന്ന ആമയായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് നാൽക്കാലി മൃഗമായി മാറുന്നു, വരാഹമായിട്ട്. അത് കഴിഞ്ഞ് മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത നരസിംഹമായിട്ട് മാറുന്നു. പിന്നെ ഭഗവാന്റെ ആദ്യമായിട്ടുള്ള മനുഷ്യാവതാരമാണ് വാമനാവതാരം. ഇങ്ങനെ കേൾക്കുമ്പോ ചിരി വരുന്നു, സങ്കടവും വരുന്നു. ഈ കേൾക്കുന്നവരെങ്കിലും ഒരിക്കലും അങ്ങനെ പരിമിതപ്പെടുത്താതിരിക്കുക. ഭഗവാന്റെ അവതാരങ്ങൾ ദശാവതാരം ദശാവതാരം എന്ന് പറയാതിരിക്കുക. അവതാരാ ഹ്യസംഖ്യേയാഃ ഹരേഃ സത്വനിധിർദ്വിജാഃ അല്ലേ. പറ്റാത്ത ഒരു സരസിൽ നിന്ന് യഥാ അവിദാസിന കുല്യാഃ സരസസ്യു സഹസ്രശഃ. അവിദാസിനഃ സരസഃ സഹസ്രശഃ കുല്യാഃ സ്യുഃ. അവിദാസിയായിരിക്കുന്ന സരസിൽ നിന്ന് ആയിരക്കണക്കിന് കുല്യകൾ, ചെറിയ ചെറിയ അരുവികൾ ഉത്ഭവിക്കും പോലെ ആ വിരാട് പുരുഷനിൽ നിന്ന് അനേക അവതാരങ്ങൾ കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്നും നിശ്ചയിച്ച് കൃത്യമായിട്ട് ആർക്കും ഇത്രമാത്രം എന്ന് പറയാൻ ആവില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ. ഭഗവാന്റെ അവതാരം 10 അല്ല, 100 അല്ല, 1000 അല്ല, സംഖ്യയില്ല. സ്വയം സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം ബഭു വേദക്രിയായോഗ തപസ്സമാദിഭിത്തവാർഹണം യേന ജന സമീഹത്തെ. 36 ശ്ലോകമാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. നവാമരൂപേ ഗുണജന്മ കർമ്മഭിഃ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചോഭ്യാം അനുമേയവത്മനോ ദേവ ക്രിയായാം പ്രതിയന്ത്യതാഭിഃ. എങ്കിലും നിരൂപിക്കാൻ സാധ്യമല്ലെങ്കിലും ക്രിയായാം പ്രതിയന്തി, ക്രിയകളിലൂടെ പ്രാപിക്കുന്നു. ഭഗവാനിൽ സമർപ്പിച്ചതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ, ഭക്തിയിലൂടെ, ഭക്തിയുടെ സാധനകളിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നു. ഭഗവത് തത്വം ഗ്രഹിക്കാൻ സാധിക്കുന്നു. അപ്പോ ആ ഭഗവാന്റെ ഭക്തി വർദ്ധിക്കാനുള്ള സാധനകൾ എന്തൊക്കെയാണ്? ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോഃ ആവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ. ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോരാവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാന്റെ അവതാരമൂർത്തികളെ, മംഗളങ്ങളായ രൂപങ്ങളെ, ഭഗവാന്റെ നാമങ്ങളെ ശൃണ്വൻ ശ്രവിച്ചുകൊണ്ടും, ഗൃണൻ കീർത്തിച്ചുകൊണ്ടും, സംസ്മരയൻ സ്മരിച്ചുകൊണ്ടും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സ്മരിപ്പിച്ചുകൊണ്ടും, സ്വയം ചിന്തയന് ചിന്തിച്ചുകൊണ്ടും, ക്രിയാസു ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ത്വച്ചരണാരവിന്ദയോഹോ ആവിഷ്ടചേതായ
അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയോടുകൂടി ആവേശിച്ച മനസ്സോടുകൂടി അവൻ ആരാണോ സഹ ഭവായ ന കൽപ്പതേ, അവൻ സംസാരത്തിന് പാത്രീഭവിക്കുന്നില്ല, അവൻ മുക്തനായിത്തീരുന്നു. ഭഗവാനെ തന്നെ ശരണാഗതി പ്രാപിച്ച് ഭഗവത് സ്വരൂപം അറിയുന്നവൻ പിന്നീട് സംസാരത്തിലേക്ക് മടങ്ങി വരുന്നില്ല. നസ പുനരാവർത്തതേ നസ പുനരാവർത്തതേ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരനും അവരനുമായ ഭഗവാനെ ദർശിക്കുന്ന മാത്രയിൽ അവന്റെ ഹൃദയഗ്രന്ഥികൾ, അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ, കാമം, കർമ്മം ഇങ്ങനെയുള്ള ഗ്രന്ഥികൾ പൊട്ടുന്നു. അവന്റെ സർവ്വ സംശയങ്ങളും ഛേദിക്കപ്പെടുന്നു. അവന്റെ സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം നശിക്കുന്നു. അവൻ പൂർണ്ണ സ്വതന്ത്രനായിത്തീരുന്നു. അപ്പൊ ഈ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്, സംസാരത്തെ അതിക്രമിക്കാനായിക്കൊണ്ട്. മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഈ ഭഗവാനെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവർ മായയെ തരണം ചെയ്യുന്നു. അപ്പോ ഈ ഭക്തി തന്നെ ജ്ഞാനമായി പരിണമിക്കുന്നു. ഭക്തിയുടെ മറ്റൊരു ഭാവമാണ്, മറ്റൊരു മറുവശമാണ് ജ്ഞാനം. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഭക്തിയും ജ്ഞാനവും. രണ്ടും അതിന്റെ ഉച്ഛാവസ്ഥയിൽ ഒന്നു തന്നെ. ഏറ്റവും ഉത്തമമായ ഭക്തി തന്നെയാണ് ജ്ഞാനം. യഥാർത്ഥ ജ്ഞാനം അത് ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ്. രണ്ടും പര്യായ ശബ്ദങ്ങൾ മാത്രമാണ്. അപ്പൊ ഭക്തി വേറെ, ജ്ഞാനം വേറെ എന്നിങ്ങനെ പറയുന്നത് മറ്റ് സാധനാതലത്തിലാണ്. സാധനാതലത്തിൽ മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. അതിന്റെ ലക്ഷ്യത്തിലെത്തുമ്പോൾ രണ്ടും ഒന്നായി കൾമിനേറ്റ് ചെയ്യുന്നു. ഇനി 38-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ദിഷ്ട്യാ ഹരേസ്യാഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേസിതുഃ ദിഷ്ട്യാംഗിതാം ത്വൽപദകൈ സുശോഭനൈഃ ദ്രക്ഷ്യാമഗാംധ്യാം ച തവാനുകമ്പിതാം. ദിഷ്ട്യാ ഹരേസ്യാഃ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേസിതുഃ ദിഷ്ട്യാംഗിതാം ത്വൽപദകൈ സുശോഭനൈഃ ദ്രക്ഷ്യാമഗാംധ്യാം ച തവാനുകമ്പിതാം. ഇവിടെ ദിഷ്ട്യാ ദിഷ്ട്യാ എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഭാഗ്യം, ഭാഗ്യം കൊണ്ട്, ഭാഗ്യം കൊണ്ട്. ദിഷ്ടി എന്നാൽ ഭാഗ്യം തന്നെ, സുഹൃതം തന്നെ, ഭഗവാന്റെ അനുഗ്രഹം തന്നെ, ഭഗവതിച്ഛ തന്നെ, എല്ലാം ദിഷ്ടി എന്ന വാക്യം കൊണ്ട് അർത്ഥം. അപ്പോ അല്ലയോ ഹരേ എന്ന ഭഗവാന്റെ സംബോധനയാണ്. ഹരേ, എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവനേ, ഭൂമിയുടെ ഭാരത്തെ ഹരിക്കുന്നവനേ, പാപികളെ ഹരിക്കുന്നവനേ, അജ്ഞാനത്തെ ഹരിക്കുന്നവനേ, ദുഷ്ടന്മാരെ ഹരിക്കുന്നവനേ, അല്ലെ? അങ്ങനെ നമ്മുടെ മനസ്സിനെ ഹരിച്ചെടുക്കുന്നവനേ, എല്ലാം ഹരിക്കുന്നവനാണ് ഹരി. ആ ഹരിയെ സംബോധന ഹരേ ദിഷ്ട്യാ, ഭാഗ്യം കൊണ്ടാണ്. ഭവതഃ പദഃ അസ്യാഹ ഭുവഃ ഭാരഃ ഈശിതുഃ തവ ജന്മനാ അപനീതഃ. ദിഷ്ട്യാ, ഭാഗ്യം കൊണ്ട്, ഭവതഃ പദഃ അസ്യാഹ ഭുവഃ, ഭവതഃ പദഃ അങ്ങയുടെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചവളായ, അങ്ങയുടെ പാദത്തിൽ നിന്നുണ്ടായിട്ടുള്ള, പാദോസ്യ വിശ്വാഭൂതാനി, ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഈ വിശ്വം ഭവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അസ്യാഹ ഭുവഃ, ഈ ഭൂമിയുടെ ഭാരഃ, ഭാരം, ഈശിതുഃ തവ ജന്മനാ അപനീതഃ, ഈശിതാവായ, ഈശ്വരനായ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന നിയാമകനായ തവ ജന്മന, അങ്ങയുടെ അവതാരം കൊണ്ട്
അങ്ങിവിടെ കൃഷ്ണാവതാരമെടുത്ത് ലീലയാടുന്നത് കൊണ്ട് അപനീത അപനയിക്കപ്പെട്ടു, നീക്കപ്പെട്ടു. അങ്ങിതാ അമ്മയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചിട്ടേ ഉള്ളൂ, എങ്കിലും ഇപ്പൊ തന്നെ ഭൂമിയുടെ ഭാരം പാതി പോയതുപോലെയായി. ഇനി അങ്ങ് ഓരോ ലീലകളിലൂടെ ഈ ഭൂഭാരം തീർക്കാനാണ് അങ്ങയുടെ ഈ കൃഷ്ണാവതാരം, ഈ ദേവകി ഗർഭത്തിലുള്ള അങ്ങയുടെ ആവിർഭാവം. അപ്പോ ഭാഗ്യം കൊണ്ട് ഈ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് അങ്ങിതാ അവതരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് താല്പര്യം. ദിഷ്ട്യാ സുശോഭനൈ ത്വത്പദകൈ അങ്കിതാം അനുകമ്പിതാം ഗാം ദ്യാം ച ദ്രക്ഷ്യാമ. ദ്രക്ഷ്യാമ വയം ദ്രക്ഷ്യാമ, ഞങ്ങൾ കാണും എന്നാണ് ദേവാദികൾ പറയണ. ഞങ്ങൾക്ക് കാണാറാവും. എന്ത് കാണാറാവും? ഭാഗ്യം കൊണ്ട് സുശോഭനൈ ത്വത്പദകൈ അങ്കിതാം, സുശോഭനങ്ങളായ താമരയേക്കാൾ മനോഹരവും മൃദുവുമായിരിക്കുന്ന രേഖകളോടുകൂടിയത് അല്ലെ, വജ്രം, അങ്കുശം, പത്മം, ശംഖം, ചക്രം, ഗദ മുതലായിട്ടുള്ള, മത്സ്യം മുതലായിട്ടുള്ള അനേക രേഖകളുള്ളതാണ്. 19 രേഖകളുള്ളതാണ് ഭഗവാന്റെ പാദങ്ങൾ. വിഷ്ണുവിന് പാദത്തിൽ 19 അടയാളങ്ങളാണുള്ളത്. 2 പാദത്തിലും കൂടിയിട്ട് 19 രേഖകളാണ് വിഷ്ണുവിന്റെ ലക്ഷണം. അത് 19ഉം പരിപൂർണമായിട്ട് പ്രകാശിപ്പിക്കുന്നതാണ് കൃഷ്ണാവതാരം. മറ്റവതാരങ്ങളിലൊന്നും ഈ 19 പൂർണ്ണമായിട്ട് കാണില്ല. മറ്റ് വാമനാവതാരത്തിലോ രാമാവതാരത്തിലോ ഒക്കെ ഏതാനും രേഖകളൊക്കെ കാണാം. എല്ലാ രേഖകളും തെളിഞ്ഞു കാണുന്ന അവതാരമാണ് കൃഷ്ണാവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണത്. ഭഗവാൻ പരിപൂർണൻ, ആ വിഷ്ണു നാരായണൻ സ്വയം എല്ലാ ലക്ഷണങ്ങളോടും കൂടി അവതരിച്ചു വന്നിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ പാദത്തിലെ ആ രേഖകളെല്ലാം. അങ്ങനെയുള്ള രേഖകളോടുകൂടി അതാണ് ത്വൽപദകൈഹി സുശോഭനൈഹി ത്വൽപദകൈഹി, മനോഹരങ്ങളായ അങ്ങയുടെ കാലടികൾ കൊണ്ട് ആ കാലടി ഭൂമിയിലൊക്കെ പതിയാൻ പോവുകയാണ്. അതാണ് അങ്കിതാം, അങ്കിതം അലങ്കരിക്കപ്പെട്ടത്, അടയാളപ്പെടുത്തപ്പെട്ടത്. അപ്പൊ ഭൂമിയിലൊക്കെ ഇനി ഭഗവാന്റെ പാദങ്ങൾ സ്പർശിച്ച് അടയാളങ്ങൾ വീഴും പലയിടത്തും. അല്ല, കഥയിൽ നമ്മൾ ഇനി ഉടനീളം കാണും. പലരും ഭഗവാനെ ട്രേസ് ചെയ്ത് ചെല്ലുന്നത് ആദ്യം ഭഗവാന്റെ കാലടികൾ കണ്ടുകൊണ്ടാണ്. അക്രൂരൻ ഭഗവാനെ കാണാൻ പോകുമ്പോ ആ സന്ധ്യാവേളയിൽ ഭഗവാന്റെ ഗൃഹത്തിന് അടുത്തെത്തുന്നതായിട്ടുള്ള സമയത്ത് അവിടെ മണ്ണിൽ പതിഞ്ഞു കാണുന്ന നവനവങ്ങളായ ഭഗവാന്റെ പാദ ചിഹ്നങ്ങൾ കണ്ട് ആ തേരിൽ നിന്ന് ചാടി വീണ് അവിടെ കിടന്ന് ഉരുളുന്നു. ഭഗവാന്റെ ആ പാദരേണുക്കളെ തന്റെ ശിരസിലെടുത്ത് അണിയുന്നു ഭക്തിപരവശനായിട്ട്. അതേപോലെ തന്നെ കാളിയ നർത്തനം ചെയ്യുന്ന ഭഗവാനെ കാണാൻ ചെല്ലുന്ന, അല്ലെങ്കിൽ ഭഗവാനെ തെരഞ്ഞു ചെല്ലുന്ന വൃന്ദാവനവാസികൾ, നന്ദനും യശോദയും എല്ലാം തെരഞ്ഞു പോകുന്ന വഴിയില് ആ കാളിന്തി തീരത്തുള്ള മണൽ പരപ്പിൽ ഭഗവാന്റെ കാലടികൾ തെരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ എവിടെയൊക്കെ പോകുമ്പോഴും ഭഗവാന്റെ ആ പാദ അടയാളങ്ങൾ വഴികാട്ടികളാകുന്നു. പാദത്തെ ആശ്രയിച്ചാൽ ഭഗവാനിൽ എത്തിച്ചേരാം. നമ്മളും ക്ഷേത്രങ്ങളിൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ആദ്യം കാണുന്നത് ഭഗവാന്റെ പാദം തന്നെയായിരിക്കുന്ന ഗോപുരങ്ങളാണ്. ഗോപുര ദർശനം കഴിഞ്ഞിട്ടാണ് ശ്രീകോവിലിലെ ഭഗവാന്റെ ദർശനം. അല്ലെ, ഗോപുരം ഭഗവാന്റെ പാദങ്ങളാണ്. ആദ്യം കാണേണ്ടത് ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ്. പാദോസ്യ വിശ്വാഭൂതാനി, ഈ വിശ്വം ഭഗവാന്റെ പാദം തന്നെയായിട്ട് കാണണം. അപ്പൊ ഭഗവാനെ കാണാം. വിശ്വത്തെ ഭഗവത് പാദങ്ങളായി കാണാൻ സാധിച്ചാലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. സർവാത്മഭാവം അത് വരാൻ സഹായിക്കുന്നതാണ് ഈ വിശ്വത്തെ ഭഗവാന്റെ പാദമായി കാണുന്നത്. അപ്പോ ത്വൽപദകൈഹി അങ്കിതാം അനുകമ്പിതാം ഗാം. അനുകമ്പിതാം ഗാം, അനുകമ്പിതാം എന്ന് പറഞ്ഞാൽ അനുകമ്പ പ്രകടിപ്പിക്കപ്പെട്ടതായ ഭൂമിയെയും, ഭൂമിയുടെ നേരെ ഭഗവാൻ അനുകമ്പ കാണിച്ചതാണ്, കാരുണ്യം കാണിച്ചതാണ്. ഭൂമി ഭഗവാനെ പ്രാർത്ഥിച്ചു.
എന്നെ രക്ഷിക്കണേ, എന്റെ ഭാരം തീർത്തു തരണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് യാചിച്ചു. അപ്പൊ ആ ഭൂമിയോട് അനുകമ്പ കാണിച്ചതിന്റെ അടയാളമായിട്ടാണ് ഭൂമിയിൽ തന്നെ ഭഗവാന്റെ പാദങ്ങൾ പതിച്ചിരിക്കുന്നത്. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് അറിയിച്ചുകൊണ്ട് ആ ഭൂമിയെ അലങ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ സഞ്ചരിച്ചു. അപ്പോ ആ ഭൂമിദേവിയുടെ ഒരു ഭാഗ്യം, ഭഗവാന്റെ പാദസ്പർശം ഏറ്റ് രോമാഞ്ച കഞ്ചുകിതയായി ആ ഭൂമിദേവി. അതാണ് അനുകമ്പിതാം ഗാം. അനുകമ്പിതയായിരിക്കുന്ന ഭൂമിയെയും ദ്യാം ച ദ്രക്ഷ്യാമ. ദ്യാം എന്ന് പറഞ്ഞാൽ ദ്യോവിനെയും സ്വർഗത്തെയും എന്നർത്ഥം. വെച്ചാൽ ഭഗവാന്റെ പാദസ്പർശം ഭൂമിയിൽ മാത്രമല്ല, അദ്ദേഹം സ്വർഗത്തിലും പോകുന്നുണ്ട് പല ലീലകൾക്കുമായിട്ട്, അല്ലേ? നരകാസുരനെ വധിച്ച് ആ അതിഥിയുടെ കുണ്ടലങ്ങൾ കൊണ്ടു കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് സ്വർഗത്തിൽ പോകുന്നു. സ്വർഗം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദ്വാരകയിലേക്ക് സുധർമ്മ ഇറങ്ങി വരുന്നു. അപ്പൊ ഇങ്ങനെ ഭഗവാൻ എല്ലാ ലോകങ്ങളെയും തന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്ന് ദേവന്മാര് സ്തുതിക്കുകയാണ്. ഗാം ദ്യാം ച ദ്രക്ഷ്യാമ. ഭൂമിയെയും സ്വർഗത്തെയും അങ്ങയുടെ പാദസ്പർശമേറ്റ് പവിത്രമാകുന്നതായി ഞങ്ങൾ കാണും. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ ദർശിക്കാനിടയാവും. ദ്രക്ഷ്യാമ എന്ന് അവര് ഈ ഭഗവാൻ ഇപ്പൊ ഗർഭത്തിൽ വന്നപ്പോ തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. ഭൂമിയുടെ ഭാഗ്യമാണ്, ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്, സ്വർഗത്തിന്റെയും ഭാഗ്യമാണ് അങ്ങയുടെ അവതാരം. ദിഷ്ട്യാഹരേസ്യാഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേശിദുഃ ദിഷ്ട്യാംഗിതാം ത്വൽപദകൈ സുശോഭനൈഃ ദ്രക്ഷ്യാമ ഗാന്ധ്യാം ച തവാനുകമ്പിതാം. അപ്പൊ ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരം. അത് ഭഗവാൻ തെളിയിക്കും. ഭൂമിയിൽ ലീലയാടി ദുഷ്ടജനങ്ങളെയൊക്കെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യും. നതേ അഭവസ്യേശഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധ സ്ഥിതിരപ്യവിദ്യയാ കൃത യതസ്ത്വയ്യഭയാശ്രയാത്മനി. നതേ അഭവസ്യേശ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധ സ്ഥിതിരപ്യവിദ്യയാ കൃത യതസ്ത്വയ്യഭയാശ്രയാത്മനി. ഹേ ഈശ, ഭഗവാനെ സംബോധന ചെയ്യണ ഈശ, എല്ലാറ്റിനെയും ആട്ടിപ്പടച്ച് ഭരിക്കുന്നവനെ. ഈശ, ഈശ്വര, ഐശ്വര്യം പരിപൂർണമായിരിക്കുന്നവനെ, സർവനിയന്താവായിരിക്കുന്നവനെ, അങ്ങയ്ക്ക് അഭവസ്യത്തെ ഭവസ്യ കാരണം വിനോദം വിനാ ന തർക്കയാമഹേ. അഭവസ്യത്തെ, ഭഗവാൻ ആരാണ്? ഭവമില്ലാത്തവനാണ്. ജനന മരണാദി സംസാര ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവനാണ്. ഭഗവാൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഭഗവാന് മറ്റ് അവസ്ഥാഭേദങ്ങളൊന്നും തന്നെ ഇല്ല. ലോകത്തില് ഉണ്ടായ വസ്തുക്കൾക്കൊക്കെയുള്ള വികാരങ്ങൾ 6 വികാരങ്ങളുണ്ട്. അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല, അല്ലെ? ജായതേ, അസ്ഥി, വർദ്ധതേ, വിപരിണമത്തെ, അപക്ഷീയതേ, വിനശ്യതി മുതലായിട്ടുള്ള ഷഡ്വികാരമുള്ളതാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും. എന്നാൽ ഭഗവാന് ഈ വികാരങ്ങളൊന്നുമില്ല. ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അജോഭിസന്നവ്യജാത്മാ. ഭഗവാൻ അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. ന ജായതേ നോ മ്രിയതേ വാ കദാചിത്. അജോ നിത്യ ശാശ്വതോയം പുരാണ. ഇതൊക്കെ വാസ്തവത്തില് ഭഗവാൻ നമ്മളോട് ഉപദേശിക്കുന്നു. നിങ്ങളതാണ്. ഈ മൂഢന്മാരായിട്ടുള്ള നമ്മൾ പോലും വാസ്തവത്തിൽ ജനന മരണരഹിതന്മാരാണ്. നമ്മൾക്ക് നമ്മുടെ സ്വരൂപം അറിയുന്നതോടുകൂടി അത് ബോധ്യം വരും. ഞാൻ ജനിക്കുന്നില്ല, ഞാൻ മരിക്കുന്നില്ല.
എന്റെ ശരീരമാണ് ജനിച്ചത്, അതിനാണ് എല്ലാ വികാരങ്ങളും, അതാണ് നശിക്കുന്നത്, അതതിന്റെ ധർമ്മമാണ്. ആത്മാവായിരിക്കുന്ന എനിക്ക് ജനന മരണങ്ങളില്ല. ഇതെല്ലാവരും അറിയണമെന്ന് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഭഗവാന് നമുക്ക് ഓരോ ജീവന്മാർക്കും ജനന മരണങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഭഗവാന് ജനന മരണങ്ങളുണ്ടോ? ഭഗവാനെ അറിയുന്ന സജ്ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക്, മുക്തന്മാരായിട്ടുള്ള ജ്ഞാനികൾക്ക് ജനന മരണങ്ങളുണ്ടോ? ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ജ്ഞാനികൾ മുക്തന്മാരാണ്, അവർക്ക് സംസാരമില്ല, അവർക്ക് ജനന മരണങ്ങളില്ല. അപ്പൊ പിന്നെ ഭഗവാന് ജനന മരണങ്ങളുണ്ടോ? ഇല്ല. നമുക്കുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിക്കുന്നത്. ഭഗവാൻ തന്റെ അവതാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ച് അതിലൂടെ ഭഗവാനും വെറുതെ വേഷം കെട്ടി ഇറങ്ങിയതാണ്, ഭഗവാന് സ്വരൂപത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് അറിയുന്നത് പോലെ അതേ സ്ഥാനത്ത് നമ്മളെയും കാണണം. നമ്മളും വേഷം കെട്ടി ഇറങ്ങിയതാണ്. നമ്മൾക്കും സ്വരൂപത്തിന് മാറ്റമൊന്നും ഇല്ല. ബാഹ്യമായിട്ടുള്ള വേഷഭൂഷാദികൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഇന്നലെ ഇട്ട വസ്ത്രമല്ല നമ്മൾ ഇന്നിടുന്നത്, നാളെ വേറൊരു വസ്ത്രം ധരിക്കുന്നു. പക്ഷെ ആള് സെയിം തന്നെയാണ്. ഇന്നലെ പുറത്തിറങ്ങിയ ആള് തന്നെയാണ് ഇന്നും പുറത്തിറങ്ങുന്നത്. അതുപോലെയാണ് ആത്മാ. ഇത് നമ്മളെ പഠിപ്പിക്കാനുള്ള അവതാരം കൂടിയാണത്. അപ്പോ ഭഗവാനെ സംബന്ധിച്ച് അഭവനാണ്, ഭവമില്ലാത്തവനാണ്, ഉൽപ്പത്തിയില്ലാത്തവനാണ്, ജനന മരണാദി വികാരങ്ങളൊന്നും ഇല്ലാത്തവനാണ്. അപ്പോ ഹേ ഈശ അഭവസ്യത്തെ, അഭവനായ അങ്ങേക്ക്, ജന്മരഹിതനായിരിക്കുന്ന അങ്ങേക്ക് ഭവസ്യ കാരണം. ഇപ്പൊ ദാ ഭവിക്കുന്നു അങ്ങ്. ആരുടെ മകനായിട്ട്? വസുദേവരുടെ മകനായി, ദേവകി മകനായി ഭവിക്കുന്നു എന്ന് മൂഢജനങ്ങൾ കരുതുന്നു. അപ്പൊ അങ്ങയുടെ ഈ ഭവസ്യ കാരണം, അതിന് കാരണം, അതിന് ഹേതു വിനോദം വിനാ ന തർക്കയാമഹേ. അങ്ങക്ക് വിനോദം ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അങ്ങ് ക്രീഡിക്കാൻ വേണ്ടി മാത്രമാണ്, ലീലയായിട്ടാണ് അങ്ങ് അവതാരമെടുക്കുന്നത്. അല്ലാതെ ന തർക്കയാമഹേ, ഞങ്ങൾക്ക് ചിന്തിച്ചിട്ട് മറ്റൊരു കാരണം കിട്ടാനില്ല. കാരണം അങ്ങേക്കിപ്പോ അവതാരം എടുക്കാതെ തന്നെ കാര്യമൊക്കെ സാധിക്കാം. അതാണ് ഈശ എന്ന് സംബോധന ചെയ്തത്. ഈശനാണ്. സങ്കല്പം കൊണ്ട് തന്നെ എന്തും മാറ്റിമറിക്കാം. ഭൂമിയുടെ ഭാരമൊക്കെ തീർക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ ഭഗവാന് സങ്കല്പം മാത്രം മതി. അപ്പൊ ഈശനായിരിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാമെങ്കിൽ, അതിനെ മുഴുവൻ പ്രളയകാലത്ത് സംഹരിക്കാമെങ്കിൽ, അതിനെ അകാലത്തിലും സംഹരിക്കാം. പ്രളയകാലം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാൻ വിചാരിച്ചാൽ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ സംഹരിക്കാം. എപ്പോ വിചാരിക്കുന്നു അതാണ് പ്രളയം. പിന്നെ ഭഗവാൻ ഒരു കളിയായിട്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ചെയ്യണു. ഒരു അല്ലെ, ഏത് കളിക്കും ഒരു നിയമങ്ങളുണ്ട്. 90 മിനിറ്റ് നേരം ഫുട്ബോൾ കളി, 20 ഓവർ വീതം 20-20 ക്രിക്കറ്റ് കളി, 50 ഓവർ വീതം വൺഡേ കളി, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് മാച്ചുകൾ, ഇതൊക്കെ നിയമങ്ങളാണ്. ഓരോന്നിനും നിയമങ്ങളുണ്ട്. അതുപോലെ മറ്റ് ഗെയിമുകൾക്കൊക്കെ നിയമങ്ങളുണ്ട്. അതുപോലെ ഈ ഗെയിമിന് ഒരു നിയമം വെച്ചിരിക്കുന്നു. ഇത്ര കാലം ബ്രഹ്മാവിന്റെ ആയുസ്, ദ്വിപരാർദ്ധകാലം, അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ആയുസ്. അതിൻ്റെ ഇടയ്ക്ക് ബ്രഹ്മാവിന്റെ ഓരോ ദിവസങ്ങൾ തീരുമ്പോഴും നൈമിത്തിക പ്രളയം എന്നുള്ളൊരു ഇന്റർവെല്ലുകൾ ഇടയ്ക്കിടയ്ക്ക്. ഇതൊക്കെ കളിയിൽ വരുന്ന ഭഗവാന്റെ നിശ്ചയങ്ങളാണ്. ഇതൊക്കെ മാറ്റിമറിക്കാനും ഭഗവാന് ആരുടെ അനുവാദമോ ഇതൊന്നും വേണ്ട. എപ്പോ വേണമെങ്കിലും ഇതൊക്കെ ചുരുട്ടിക്കൂട്ടി ബാഗിലാക്കിയിട്ട് മൂപ്പര് മടങ്ങിപ്പോവും. ഇപ്പോൾ കുട്ടികള് എങ്ങനെയാണ്, കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് വരും. കൂട്ടുകാരെയൊന്നും കിട്ടിയില്ലെങ്കിൽ മുതിർന്നവരെ കളിക്കാൻ കൂട്ടും. നിർബന്ധിച്ച് ഒന്നുകിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അമ്മമ്മ, അല്ലെങ്കിൽ മുത്തശ്ശൻ, അല്ലെങ്കിൽ അമ്മാമൻ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏട്ടന്മാര് നിർബന്ധിച്ച് പിടിച്ച് കളിക്കാനിരുത്തും. അല്ലേ? ലൂഡോ,
സ്നേക്ക് ആൻഡ് ലാഡർ അല്ലെങ്കിൽ വേറെ വല്ല ചെസ്സോ ക്യാരം ബോർഡോ എന്തെങ്കിലുമൊക്കെ കളികൾ കളിക്കാനായിട്ട് അതിന്റെ സാമഗ്രികളുമായിട്ട് വരും. ആ പാണ്ടോ കഴിച്ചെല്ലാം നിരത്തി വെക്കും, കളിക്കും. കളിയിൽ അവർ തോൽക്കാൻ തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും, ദേഷ്യപ്പെടാൻ തുടങ്ങും. നമ്മൾ തോറ്റു കൊടുക്കണം. അതില്ല, നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കണം, അവര് തോൽക്കുകയാണെന്ന് കണ്ടാലോ എല്ലാം മതിയാക്കുക, എല്ലാം വലിച്ചെറിയവര്. മതി എന്ന് പറഞ്ഞിട്ട് ശണ്ട കൂടിയിട്ട് ഒക്കെ കൂടി വാരി പെട്ടിയിലാക്കി സ്ഥലം വിടും. ഇന്നത്തെ കളി ഇത്ര മതി എന്ന് പറയും. കളി നീണ്ടുപോകണമെങ്കിൽ നമ്മൾ അവരെ ജയിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ കുട്ടികള് അവരുടെ ഇഷ്ടത്തിന് കളി നിർത്തും. ഇതുപോലെയാണ് ഭഗവാന്റെ ലീലയും. ഭഗവാൻ എപ്പോ വേണമെങ്കിൽ നിർത്താം, മതിയാക്കാം. നമ്മളൊരു കണക്കെട്ട് പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. നമ്മുടെ കണക്കാണ് ബ്രഹ്മദേവന്റെ ആയുസ് ഇത്ര കാലം, അത് കഴിഞ്ഞിട്ട് മഹാപ്രളയം വരുള്ളൂ, പ്രാകൃതിക പ്രളയം വരുള്ളൂ. അങ്ങനൊരു വിശ്വാസം. ഇങ്ങനെ പ്രളയാന്തം വരെ ഞാനും ജീവിച്ചിരിക്കുന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. നമുക്ക് മരണമില്ല എന്നൊക്കെ. അപ്പോഴേക്കാണ് ഭഗവാൻ വല്ല വയനാട്ടിലുണ്ടായ പോലെ വല്ല പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാരെയും ചുരുട്ടിക്കൂട്ടിക്കൊണ്ടുപോവുക. ഒരു ഭൂകമ്പമോ ഒരു ഉരുൾപൊട്ടലോ ഒരു ജലപ്രവാഹമോ ഒരു സുനാമിയോ ഒന്ന് ആഞ്ഞടിച്ചാൽ കുറെ പേരുടെ കഥ കഴിഞ്ഞു, നിങ്ങളുടെ റോള് കഴിഞ്ഞു, നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ വിനോദമാണ്. ഇതിനെല്ലാം വിനോദമായിട്ട് കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ടേക്ക് ഇറ്റ് ഈസി എന്ന് മഹാത്മാക്കൾ നമ്മളോട് പറയും. ഈ ജീവിതത്തെ തന്നെ ഈസി ആയിട്ട് എടുക്കൂ. ഇതിൽ എന്തിനാ അത്ര വലിയ സ്ട്രെസ്സൊക്കെ? എന്തിനാ നിങ്ങൾ വലിയ ഭാരങ്ങളൊക്കെ ചുമക്കുന്നത്? അതിനെ വളരെ കൂളായിട്ട് കാണൂ. നിങ്ങളല്ല ഇതൊന്നും ചുമക്കുന്നത്. നിങ്ങളുടെ തലയിൽ ഒന്നും ഇരിക്കുന്നില്ല. ഇതൊക്കെ ചുമക്കുന്ന ഒരാളുണ്ട്. അയാളുടെ നിശ്ചയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മളും കൂളായി. നമുക്കൊരു ഭാരമില്ല. നമുക്ക് സമാധാനമായിട്ട് ശാന്തരായിട്ട് സന്തോഷമായിട്ട് ആനന്ദമായിട്ടിരിക്കാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബാധ പോലെ, പ്രേതബാധ പോലെ അഹങ്കാരബാധ നമ്മളെ കയറിപ്പിടിക്കും. ആ അഹങ്കാരബാധ കൊണ്ടാണ് നമ്മൾ ക്ലേശിക്കുന്നത്. ഈ ബാധയാണ് ഒഴിപ്പിക്കേണ്ടത്, അല്ലേ? പ്രേതബാധ പോലെ, ഭൂതബാധ പോലെ, ആവേശം വരുന്നത് പോലെ നമ്മളിൽ ആവേശിച്ചിരിക്കുന്ന ഈ ബാധയെ നമ്മൾ ഒഴിപ്പിക്കണം. അതിനുള്ള വഴിയാണ് ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുക. ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുന്നവരിൽ നിന്ന് ഈ ബാധ ഒഴിഞ്ഞു പൊക്കോളും. കുറെ കഴിയുമ്പോൾ നമ്മുടെ നിസ്സാരത ബോധ്യപ്പെടുകയും ഭഗവാന്റെ മാഹാത്മ്യം ബോധ്യപ്പെടുകയും ആവശ്യമില്ലാത്ത അഹങ്കാരം ഇറങ്ങിപ്പോവുകയും ചെയ്യും. മഹാബലി തന്റെ ഭാരം ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെച്ച പോലെ അങ്ങനെ നമ്മുടെയും ഭാരം ഇറങ്ങിപ്പോകട്ടെ, ബാധ ഇറങ്ങിപ്പോകട്ടെ. അപ്പൊ ഇതെല്ലാം വിനോദമാണ് എന്ന് ചിന്തിച്ച് ഉറപ്പിക്കണം. ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ്. നമ്മൾക്കും ഒരു കളിക്കാനുള്ള അവസരം തന്നിരിക്കുന്നു. എപ്പോ വേണമെങ്കിൽ നമ്മളെ പിൻവലിക്കാനുള്ള അവകാശവും ഭഗവാനുണ്ട്. അല്ലെ? ഒരു ടീമിന്റെ കോച്ചിന് അല്ലെങ്കിൽ മാനേജർക്ക് അല്ലെങ്കിൽ ക്യാപ്റ്റന് ആ ടീമിലുള്ള ആളുകളെ മാറ്റി വേറൊരാളെ പകരം നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. നീ കുറച്ചു നേരം പുറത്തിരിക്കുക, മറ്റൊരാളുടെ ഉള്ളിലിരിക്കട്ടെ എന്ന് പറയും. അപ്പൊ അതുപോലെ ഭഗവാനും നമ്മളെ മാറ്റി നിർത്താനും കളിയിൽ നിന്ന് വിരമിപ്പിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അതറിഞ്ഞ് സർവവും ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പോ ഭഗവാന്റെ ഇതുപോലെയുള്ള അവതാരങ്ങൾക്ക്
ലീലയല്ലാതെ വിനോദമല്ലാതെ നേരം പോക്കായിട്ട് ഭഗവാൻ കളിക്കാൻ തീരുമാനിച്ചതാണ്. അല്ലാതെ കഴിവില്ലാതെയല്ല. മറ്റ് വേറെ ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ കഴിയാത്തത് കൊണ്ടല്ല. നമ്മുടെ പാലാഴി മഥനം ആരംഭിക്കുമ്പോൾ തന്നെ ഭഗവാൻ വിഹർത്തുകാമ താനാഹ സമുദ്രമഥനാദിഭി എന്നാണ് അവിടെ പറയുന്നത്. ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ച് അവരുടെ ഐശ്വര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അസുരന്മാരാൽ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള സമയത്ത് അസുരന്മാരെല്ലാവരും ബ്രഹ്മാവിനെയും കൂട്ടി പാലാഴിയിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ചപ്പോ ഭഗവാൻ എന്ത് സങ്കല്പിച്ചു? ഇവരുടെ യൗവനം, ഇവരുടെ ഐശ്വര്യങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാം, കുറച്ച് കഷ്ടപ്പെടട്ടെ, എന്റെ കൂടെ കുറച്ച് കളിക്കട്ടെ, ഞാനും കുറച്ച് കളിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കളിയായിരുന്നു പാലാഴി മഥനം. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിഹർത്തുകാമഹ താനാഹ സമുദ്രമഥനാദിഭി. വിഹർത്തുകാമഹ വിഹരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ക്രീഡിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, താനാഹ ആ ദേവാനാഹ ദേവന്മാരോട് പറഞ്ഞു. എങ്ങനെ കളിക്കാൻ ആഗ്രഹിച്ചു? സമുദ്രമഥനാദിഭി വിഹർത്തുകാമഹ. അപ്പൊ അതേപോലെ ഇവിടെ കൃഷ്ണലീല കൊണ്ട് വിഹരിക്കാൻ ആഗ്രഹിച്ചു. ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ട് കുറെ കളിച്ച് അവരെയൊക്കെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. അവരുടെയൊക്കെ വാസനകളെ ക്ഷയിപ്പിച്ച്, ഈ കഥകൾ കേൾക്കുന്ന നമ്മുടെയൊക്കെ വാസനകളെ ക്ഷയിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ആകർഷിച്ച് അതിനെ ബഹിർമുഖമായി പോകുന്നതിനെ നിരോധിക്കാൻ വേണ്ടി ഭഗവാൻ കുറച്ച് കളിക്കാൻ തീരുമാനിച്ചു. അതാണ് ഇവിടുത്തെ വിനോദം. അല്ലാതെ ഭഗവാന് സ്വാതന്ത്ര്യക്കുറവേ ഇല്ല. നമ്മളെ പോലെയുള്ള ജീവനായിട്ടല്ല ജനിക്കുന്നത്. നമ്മളെ പോലെയുള്ള ഒരു ബന്ധനവും ഭഗവാന് ബാധകമല്ല. സ്വതന്ത്രനായിട്ട് തെരഞ്ഞെടുത്തതാണ് ഈ കളി. അപ്പോ യതഃ ബദ അഭയാശ്രയ ആത്മനി ഭവഃ നിരോധഃ സ്ഥിതിഃ അപി ത്വയി അവിദ്യയാ കൃതാഃ. യതഃ എന്തെന്നാൽ അഭയാശ്രയ എന്ന സംബോധന ഭഗവാനെ. അഭയാശ്രയ, അഭയത്തിന് ആശ്രയമായിരിക്കുന്നവനെ, അഭയസ്ഥാനമായുള്ളവനെ. ഭഗവാനെ പ്രാപിക്കുന്നതോടുകൂടി അഭയമാകുന്നു, എല്ലാ ഭയങ്ങളും നിവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനിൽ വാസ്തവത്തിൽ ആത്മനി ഭവഃ നിരോധഃ സ്ഥിതി അപി ത്വയി അവിദ്യയാ കൃതാഃ. ജീവന്മാരാകുന്ന ത്വയി, ആത്മനി ത്വയി എന്ന് പറയുമ്പോ ഇവിടെ ആത്മനി ജീവഭാവേ ത്വയി, ജീവാത്മാവായിരിക്കുന്ന അങ്ങയിൽ ഭവഃ നിരോധഃ സ്ഥിതിഃ അപി. ഭവം ഉൽപ്പത്തി, നിരോധം, ലയം, സ്ഥിതി, നിലനിൽപ്പ്. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ അവിദ്യയാകൃതാഹ, അവിദ്യ കൊണ്ട് കൃതങ്ങളാകുന്നു, വാസ്തവത്തിലുള്ളതല്ല. നമ്മളെങ്ങനെയാണോ സ്വപ്നത്തിൽ സൃഷ്ടിക്കുന്നത്, സ്ഥിതി പാലിക്കുന്നത്, സംഹരിക്കുന്നത്, അവിടെ വാസ്തവത്തിൽ എന്തെങ്കിലും ഉണ്ടോ? സ്വപ്നലോകത്ത് സൃഷ്ടിയുണ്ടോ, സ്ഥിതിയുണ്ടോ, സംഹാരമുണ്ടോ? ഉണർന്നു കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ സൃഷ്ടിച്ചതൊന്നും ഉണർന്നു കഴിഞ്ഞാലില്ല, നിങ്ങൾ പരിപാലിച്ചതൊന്നും ഉണർന്നു കഴിഞ്ഞാലില്ല, സംഹരിച്ചതൊന്നും ഉണർന്നു കഴിഞ്ഞാൽ നോക്കുമ്പോ സംഭവിച്ചിട്ടില്ല. അപ്പോ എങ്ങനെയാണോ അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് സ്വപ്നത്തിൽ നമ്മൾ സൃഷ്ടിസ്ഥിതികൾ ചെയ്യുന്നത്, അതുപോലെയാണ് വാസ്തവത്തിലും ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, ജീവന്റെ ജനന മരണങ്ങൾ പോലും അവിദ്യയാകൃത, അവിദ്യ കൊണ്ട് തോന്നുന്നതാണ്. അറിവില്ലായ്മ കൊണ്ട്, വാസ്തവം അറിയായ്മ കൊണ്ട്, പരമാർത്ഥം അറിയായ്മ കൊണ്ട് ജീവന്മാർക്ക് പോലും തെറ്റിദ്ധാരണയാണ്. ജീവന്മാർക്ക് പോലും ജനന മരണങ്ങളില്ല. അതാണ് ഭഗവാന് ഭവസ്യ ഹേതു, സംസാര കാരണം വിനോദം മാത്രമാണ്, വാസ്തവത്തിലില്ല. ഭഗവാന്റെ ഒരു ലീലയാണ്, കളിയാണ്. അവിദ്യ കൊണ്ട് തോന്നുന്നതാണ് ജീവന്മാർക്കും. ജീവന്മാർക്കും വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാലോ കളിയായിട്ട് മാറും. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട്. അവിദ്യ മാറിയാൽ, വിദ്യ ഉത്ഭവിച്ചാൽ, സ്വരൂപം ജ്ഞാനമുണ്ടായാൽ, തത്വജ്ഞാനമുണ്ടായാൽ നമുക്കും ഇതെല്ലാം ലീലയായിട്ട് മാറും. ന ജായതേ
നോ മ്രിയദേവാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഞാൻ എന്നെ സ്വയം അറിയുന്നു. അപ്പൊ ആ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. നായം ഹന്തിന ഹന്യതേ. മൂഢന്മാരാണ് അയം ഹന്തി ഹന്യതേ എന്നൊക്കെ വ്യവഹരിക്കുന്നത് എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ. അതെല്ലാം ഓർക്കുക. അപ്പോ അവിദ്യയാ കൃത, അവിദ്യ കൊണ്ട് തോന്നുന്നതാണ് ഈ സൃഷ്ടിസ്ഥിതികളെല്ലാം. വാസ്തവത്തിൽ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഒരേ ഒരു വസ്തു, നാശരഹിതമായിട്ടുള്ള വസ്തുവേ ഉള്ളൂ. സത്ത് ഏകം. ആ സത്തിനെ വേണ്ട പോലെ കാണാൻ കഴിവില്ലാത്തത് കൊണ്ട് അതിൽ നമ്മൾ പലതും ആരോപിക്കുന്നു. നാമരൂപങ്ങളെ ആരോപിച്ച് അവയുടെയൊക്കെ ഉൽപ്പത്തി വിനാശങ്ങളെ ആരോപിക്കുന്നു. സത്യം കണ്ടു കഴിഞ്ഞാൽ, പരമസത്യത്തെ ദർശിച്ചു കഴിഞ്ഞാൽ നശിക്കുന്നില്ല. ആഭരണ ദൃഷ്ടിയാ അത് ഉണ്ടാകുന്നു, നശിക്കുന്നു. സ്വർണ ദൃഷ്ടിയാ അത് ഉണ്ടായിട്ടുമില്ല, നശിക്കുന്നുമില്ല. ദൃഷ്ടി വ്യത്യാസം. നാമരൂപേ ഗുണജന്മകർമ്മഭിഃ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ. ഭഗവാൻ സാക്ഷിയാണ്. സോറി. നതേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ. ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതാ യതസ്ത്വയ്യഭയാശ്രയാത്മനി. അപ്പൊ ഭഗവാന്റെ ജന്മം, മറ്റ് ലീലകളെല്ലാം ലീലകളായിട്ട് തന്നെ കാണണം. സീരിയസ് ആയിട്ട് എടുക്കണ്ട. നിങ്ങളുടെ ജന്മവും സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. ഈസി ആയിട്ട് എടുക്കൂ. ഭാരം കുറയ്ക്കൂ. അതിങ്ങനെ ഭഗവാന് ജന്മാദി ഷഡ്ഭാവങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ചു. തുടർന്ന് മത്സ്യാശ്വകച്ഛപവരാഹ നൃസിംഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാരഃ ത്വം പാസിനസ്ത്രിഭുവനം ച യദാദുനേശ ഭാരം ഭുവോ ഹരയദൂത്തമ വന്ദനം തേ. മത്സ്യാശ്വകച്ഛപവരാഹ നൃസിംഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാരഃ ത്വം പാസിനസ്ത്രിഭുവനം ച യദാദുനേശ ഭാരം ഭുവോ ഹരയദൂത്തമ വന്ദനം തേ. ഭഗവാന്റെ അവതാരങ്ങളിൽ ചിലതിനെ എടുത്ത് സൂചിപ്പിക്കുന്നു. മത്സ്യ, അശ്വ, കച്ചപ, വരാഹ, നൃസിംഹ, ഹംസ, രാജന്യ, വിപ്ര, വിബുധേഷു കൃതാവതാരഃ. ഭഗവാൻ അവതാരങ്ങളെ ചെയ്യുന്നു. ഏതൊക്കെ രൂപത്തില്? മത്സ്യരൂപത്തിൽ അവതരിക്കുന്നു. അശ്വരൂപത്തിൽ, അശ്വമെന്നാൽ ഹയഗ്രീവനായിട്ട് അവതരിച്ചു. കച്ഛപമായിട്ട്, ആമയായിട്ട് അവതരിച്ചു. വരാഹമായിട്ട് അവതരിച്ചു. നൃസിംഹമായിട്ട് അവതരിച്ചു. ഹംസമായിട്ട് അവതരിക്കുന്നു. മുമ്പ് അവതരിച്ചിട്ടുണ്ട് ഹംസമായിട്ട്, അരയന്നമായിട്ട്. രാജന്യ എന്ന് പറഞ്ഞാലോ ക്ഷത്രിയന്മാരിൽ അവതാരമെടുക്കുന്നു. ക്ഷത്രിയ രൂപങ്ങളിൽ ഭഗവാൻ അവതാരമെടുക്കുന്നു. ഇപ്പോ രാമാവതാരം, പൃഥു അവതാരം, ഇതൊക്കെ വേണമെങ്കിൽ രാജാക്കന്മാരായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളാണ്. ഋഷഭാവതാരം, അല്ലേ? ഇതൊക്കെ രാജരൂപത്തിലുള്ള ഭഗവാന്റെ അവതാരങ്ങളാണ്. ഈവൻ മനു അടക്കം. അപ്പോ രാജന്യ രൂപത്തിൽ അങ്ങ് അവതരിക്കുന്നു. വിപ്രരൂപത്തിൽ അങ്ങ് അവതരിക്കുന്നു. വെച്ചാൽ ബ്രാഹ്മണനായിട്ട്, വാമനനായും പരശുരാമനായും ഒക്കെ ഉള്ളത് വിപ്രാവതാരങ്ങളാണ്. സനകാദികളായിട്ടുള്ള അവതാരങ്ങൾ, പ്രജാപതികളായിട്ടുള്ള അവതാരങ്ങൾ, ഇതെല്ലാം വിപ്രരൂപത്തിലുള്ള അവതാരങ്ങളാണ്. വ്യാസൻ മുതലായിട്ടുള്ള രൂപങ്ങളൊക്കെ വിപ്രാവതാരങ്ങളാണ്. അപ്പോ ക്ഷത്രിയനായിട്ടും ബ്രാഹ്മണനായിട്ടും അങ്ങ് വിവിധ വേഷങ്ങളെ കെട്ടുന്നു. വിബുധേഷു, ദേവന്മാരുടെ കൂട്ടത്തിലും ദേവന്മാരായിട്ട് അങ്ങ് അവതരിക്കുന്നു.
ഇപ്പൊ വേണമെങ്കിൽ വാമനനെ ദേവന്മാരുടെ കൂട്ടത്തിലും കൂട്ടാം. കാരണം അതിഥിയുടെ മകനായിട്ടാണ്, ഇന്ദ്രന്റെ അനുജനായിട്ടാണ്, ഉപേന്ദ്രനായിട്ടാണ്. അപ്പൊ ദേവന്മാരുടെ കൂട്ടത്തിലും ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. അങ്ങനെ വിബുദേഷു, അപ്പോ ക്ഷത്രിയന്മാർ, ബ്രാഹ്മണന്മാർ, ദേവന്മാർ എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ കൃതാവതാര, ചെയ്യപ്പെട്ട അവതാരത്തോടു കൂടിയവനായിട്ടുള്ള അങ്ങ്, നഹ ഞങ്ങളെയും, ത്രിഭുവനം ച മൂന്ന് ലോകങ്ങളെയും, ത്വം യഥാപാസി അങ്ങ് എങ്ങനെയാണ് രക്ഷിക്കുന്നത് അതുപോലെ, ഈശ അധുനാ ഭുവഃ ഭാരം ഹര, അധുനാ ഇപ്പോൾ അങ്ങ് അവതരിക്കുന്നു ദേവകീ ഗർഭത്തിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? മുമ്പ് അങ്ങ് എങ്ങനെയാണോ ഞങ്ങളെയൊക്കെ രക്ഷിച്ചത് അതുപോലെ ഹേ ഈശ സർവേശ്വര, അധുനാ ഭുവഃ ഭാരം ഹര, ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചാലും. ഹേ യദൂത്തമ, അല്ലയോ യാദവന്മാരിൽ ശ്രേഷ്ഠനായി അവതരിക്കുന്നവനെ, യാദവശ്രേഷ്ഠനായി അവതരിക്കുന്ന ഭഗവാനെ, വന്ദനം തേ വന്ദനം, അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. ഞങ്ങളെല്ലാവരും അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെയൊക്കെ ബോസാണ്. എമർജൻസിയിൽ അങ്ങ് ഇപ്പതാ യദൂത്തമനായിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ്, ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേക്ക് ഞങ്ങളുടെ എല്ലാം വന്ദനം. ഇങ്ങനെ ഭഗവാന്റെ വിവിധ അവതാരങ്ങളെ പറഞ്ഞ് മുൻപും അങ്ങ് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോതാ ഈ അവതാരം എടുത്തിരിക്കുന്നു. ഇതിലൂടെ അങ്ങ് ചെയ്യേണ്ടത് ഈ ഭൂമിയുടെ ഭാരം തീർത്ത് ഞങ്ങളെയൊക്കെ രക്ഷിക്കുക, മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുക. മുമ്പ് രക്ഷിച്ച പോലെ തന്നെ അങ്ങേക്ക് വന്ദനം, അങ്ങേക്ക് വന്ദനം. ഇത് അങ്ങയുടെ കാരുണ്യമാകുന്നു എന്നൊക്കെ താല്പര്യം. മത്സ്യാശ്വകച്ഛപവരാഹ നൃസിംഹ ഹംസ രാജന്യ വിപ്രവിബുധേഷു കൃതാവതാരഃ ത്വം പാസിനസ്ത്രിഭുവനം ച യദാദുനേശ ഭാരം ഭുവോഹര യദൂത്തമ വന്ദനം തേ. അപ്പൊ ഇതോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നത് കഴിഞ്ഞു. വന്ദനത്തോടുകൂടി നമസ്കാരത്തോടുകൂടി സമർപ്പിച്ചു. ഇനി അടുത്ത ശ്ലോകം ദേവകിയെ പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ദേവകിക്കുള്ള നമസ്കാരമാണ്. ദിഷ്ട്യാംബതേ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായ നഃ മാ ഭൂദ്ഭയം ഭോജപതേർമുമൂർഷോഃ ഗോപ്തായ ദൂനാം ഭവിതാ തവാത്മജഃ. ദിഷ്ട്യാംബതേ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായ നഃ മാ ഭൂദ്ഭയം ഭോജപതേർമുമൂർഷോഃ ഗോപ്തായ ദൂനാം ഭവിതാ തവാത്മജഃ. ദിഷ്ട്യാ അംബ, അവിടെ അംബ എന്നത് ദേവകീ ദേവിയെ സംബോധന ചെയ്യണം. അമ്മേ, ഭഗവാന് പോലും അമ്മയായി ഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവളെ മാതാവേ, അമ്പേ. ദിഷ്ട്യ ഭാഗ്യമാണ്, അമ്മയുടെ ഭാഗ്യം കൂടിയാണ്, ഞങ്ങളുടെയും ഭാഗ്യമാണ്. സാക്ഷാത് ഭഗവാൻ പരഹ പുമാൻ, ആ സാക്ഷാൽ നാരായണൻ, ഐശ്വര്യ പരിപൂർണനായ ഭഗവാൻ, പരഹ പുമാൻ, ആ പരമപുരുഷൻ, ആ ഉത്തമ പുരുഷൻ, നഹ ഭവായ, ഞങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട്, ഞങ്ങളുടെ അഭിവൃദ്ധിക്ക്, ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട്, അംശേന തേ കുക്ഷിഗതഃ, അങ്ങ് അദ്ദേഹം എല്ലാ അംശങ്ങളോടും കൂടി അമ്മയുടെ കുക്ഷിയിൽ വന്ന് ജനിച്ചിരിക്കുന്നു, അമ്മയുടെ കുക്ഷിയെ പ്രാപിച്ചിരിക്കുന്നു. ദിഷ്ട്യാ ദിഷ്ട്യ, ഭാഗ്യം ഭാഗ്യം, അമ്മയുടെ ഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം, ഈ ലോകത്തിന്റെ ഭാഗ്യം. മുമൂർഷോഹോ ഭോജപതേഹേ ഭയം മാ ഭൂത്, അമ്മയ്ക്ക് ഭയം വേണ്ട, ഭവിക്കാതിരിക്കട്ടെ. ഭയം മാ ഭൂത്, ആരിൽ നിന്ന്? ഭോജപതേഹേ, ആ ഭോജരാജാവായിരിക്കുന്ന കംസനിൽ നിന്ന്, ഭോജവംശത്തിൽ പിറന്ന രാജാവായിരിക്കുന്ന ഉഗ്രസേന പുത്രനായ കംസനിൽ നിന്ന് അമ്മയ്ക്ക് ഭയം വേണ്ട. അവൻ ആരാണ്? മുമൂർഷോഹോ, മുമൂർഷുവാണ്. മുമൂർഷു എന്ന് പറഞ്ഞാൽ മർത്തും ഇച്ചു,
മരിക്കാൻ ഇച്ഛിച്ചുകൊണ്ടിരിക്കുന്നവൻ, അവനവന്റെ മരണം ആസന്നമായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിച്ച് കൊന്നുകളഞ്ഞതും, ദേവകി വസുദേവന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും, സജ്ജനങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നതുമൊക്കെ അവൻ മരണം കാംക്ഷിക്കുന്നവനാണ്, മരണം ഇച്ഛിക്കുന്നവനാണ്. അപ്പൊ മരണം ആസന്നനായിരിക്കുന്ന ആ ദുഷ്ടനായ ആ കംസനിൽ നിന്ന് അമ്മയ്ക്ക് ഭയം വേണ്ട. ഭയം മാബൂദ് തവ ആത്മജ യദൂനാം ഗോപ്താ ഭവിത. തവ ആത്മജ, അമ്മയുടെ പുത്രനുണ്ടല്ലോ, യദൂനാം ഗോപ്താ ഭവിത, ഈ യാദവന്മാരുടെ മുഴുവൻ രക്ഷകനായി ഭവിക്കും, യദുവംശത്തിന്റെ രക്ഷകനായി ഭവിക്കും. ഇവിടുന്ന് നാട് വിട്ടുപോയവരെയൊക്കെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരും, എല്ലാവർക്കും അഭയം കൊടുക്കും. ഈ യദുവംശത്തിന് ഭീഷണിയായിരിക്കുന്ന ഈ ഭോജപതിയെ അവൻ ശരിയാക്കും. അതുകൊണ്ട് അമ്മ പേടിക്കേണ്ടതില്ല. ആ ഭോജപതിയെ വധിക്കാൻ വേണ്ടി തന്നെയാണ് അമ്മയുടെ ഗർഭത്തിൽ ഇവൻ വന്ന് ജനിച്ചിരിക്കുന്നത്. ഭാഗ്യവതിയാണ് അമ്മ, ഭാഗ്യവതിയാണ് എന്ന് അമ്മയെ പ്രശംസിക്കുന്നു. അമ്മയ്ക്ക് ഭയം വേണ്ട എന്ന് ആശ്വസിപ്പിക്കുന്നു. ഭഗവാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നും കൂടി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൻ യദൂനാം ഗോപ്താ ഭവിത, യാദവന്മാരുടെ രക്ഷകനായി ഭവിക്കും. യാദവന്മാരുടെ മാത്രമല്ല, ഞങ്ങളുടെയും ലോകത്തിന്റെയും രക്ഷകനായി ഭവിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും രക്ഷകനായി അദ്ദേഹം ഭവിക്കും. കംസനെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് അമ്മയെ, ദേവകിയെ ആശ്വസിപ്പിച്ചു. ദിഷ്ട്യാംബത്തെ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായമഃ മാ ഭൂദ്ഭയം ഭോജപതേർമുമൂർഷോഃ ഗോപ്താ യദൂനാം ഭവിതാ തവാത്മജഃ. ഇങ്ങനെ ആ ബ്രഹ്മാദി ദേവന്മാർ വന്ന് ഭഗവാനെ സ്തുതിച്ച് ദേവകിയെയും ആശ്വസിപ്പിച്ച് തിരിച്ചുപോയി എന്ന് അടുത്ത ശ്ലോകം പറയുന്നു. ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപം അനിദം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ പ്രദിയയുർദിവം. ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപം അനിദം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ പ്രദിയയുർദിവം. ശ്രീശുക ബ്രഹ്മർഷി അത് തുടർന്ന് ഈ ഒരു ഭാഗത്തെ ഉപസംഹരിക്കുന്നു. യദ്രൂപം യഥാ അനിദം തം പുരുഷം ഇതി അഭിഷ്ടൂയ ബ്രഹ്മേശാനൗ പുരോധായ ദേവാഹ ദിവം പ്രതിയയോ. ദേവാഹ ദിവം പ്രതിയയുഹു. ദേവന്മാർ ദേവലോകത്തേക്ക് പ്രതിയാനം ചെയ്തു, മടങ്ങിപ്പോയി. ആരെ മുമ്പിൽ നിർത്തിയിട്ട്? ബ്രഹ്മ ഈശാനൗ പുരോധായ. ബ്രഹ്മദേവനെയും ഈശാനനെയും രണ്ടുപേരെ ചേർത്ത് പറഞ്ഞപ്പോ ബ്രഹ്മ ഈശാനൗ, ഈശാനൻ മഹാദേവൻ. അപ്പൊ ബ്രഹ്മദേവനെയും മഹാദേവനെയും പുരോധായ മുമ്പിൽ ധരിച്ചുകൊണ്ട്, മുമ്പിൽ നടത്തിക്കൊണ്ട്, അവര് ലീഡ് ചെയ്തുകൊണ്ട് തിരിച്ചുപോയി. ദേവാഹ ദിവം പ്രതിയയുഹു. അപ്പൊ എങ്ങനെ? ഇതി അഭിഷ്ടൂയ, ഇതി ഇപ്രകാരം, അഭിഷ്ടൂയ നേരിൽ നിന്ന് സ്തുതിച്ചിട്ട് എന്നർത്ഥം. നല്ലതുപോലെ സ്തുതിച്ചിട്ട്, നേരിൽ നിന്ന് സ്തുതിച്ചിട്ട് എന്നൊക്കെ അർത്ഥമാണ് അഭിഷ്ടൂയ. ആരെ സ്തുതിച്ചിട്ട്? തം പുരുഷം, ആ പുരുഷനെ, ആ വിരാട് പുരുഷനെ തന്നെയാണ് ഇവിടെ ഗർഭത്തിൽ പുരിയിൽ ശയിക്കുന്നവനായി സ്തുതിച്ചത്. അപ്പൊ എങ്ങനെയുള്ളവനാണ് ഭഗവാൻ? യദ്രൂപം യഥാ അനിതം. യദ്രൂപം, ഏതൊരുവന്റെ രൂപമാണോ, യഥാ അനിതം. യഥാ അനിതം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രകാരത്തിൽ, ഇതം ന, ഇതം യഥാ എന്ന് പറഞ്ഞാൽ, ഇതം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചമാണ്, ഇത് 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 എന്നറിയപ്പെടുന്ന പ്രപഞ്ചം. അതുപോലെയല്ല ഭഗവാന്റെ രൂപം. യഥാ അനിതം. അനിതം എന്ന് പറഞ്ഞാൽ ഇതത്തിന്റെ ഓപ്പോസിറ്റ്, നോട്ട് ലൈക്ക് ദിസ്. ഇതുപോലെയല്ല എന്ന് വെച്ചാൽ ഇതെന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം അതുണ്ടായതാണ്, അത് വികാരങ്ങളുള്ളതാണ്, നശിക്കുന്നതാണ്, പഞ്ചഭൂതാത്മകമാണ്, ത്രിഗുണാത്മകമാണ്, അല്ലെ? പല പരിമിതികളുമുള്ളതാണ്, കാലദേശ വസ്തു പരിച്ഛേദങ്ങളുള്ളതാണ് ഈ ലോകം. എന്നാൽ ഭഗവാനോ, ഭഗവാന്റെ രൂപമോ
സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം. അതാണ് ഭഗവാന്റെ രൂപം. ഈ ലോകത്തിന്റെ രൂപം, ജഗത്തിന്റെ രൂപം അസ്ഥി ഭാതി പ്രിയം നാമം രൂപം. അതിൽ നാമം രൂപമുള്ളതാണ് ഈ ലോകത്തിന്റെ രൂപം. ഭഗവാന്റെ രൂപം അതിനതീതമാണ്, അതിൽ നിന്ന് വിലക്ഷണമാണ്. അപ്പോ കാലദേശാവദിഭ്യാം നിർമുക്തം രൂപം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ സ്വരൂപം ജഗത് വിലക്ഷണമായിരിക്കുന്നത്, ജഗത്തിന്റെ യാതൊരു ദോഷങ്ങളും അതിന്റെ സ്വഭാവവും തൊട്ടു തീണ്ടാത്തത്, ജനന മരണാദി ഹീനം, വികാരഹീനം. ലോകത്തിന് എന്തൊക്കെ ധർമ്മങ്ങളുണ്ടോ ആ ധർമ്മങ്ങളൊന്നും സ്പർശിക്കാത്തതാണ് ഈ ഭഗവാന്റെ സ്വരൂപം. അങ്ങനെയുള്ള ആ രൂപത്തെ യദ്രൂപം യഥാ അനിതം, ആരുടെ രൂപമാണോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ യാതൊരു ദോഷങ്ങളും ബാധിക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ, പുരുഷനെ നല്ലതുപോലെ ഇങ്ങനെ സ്തുതിച്ചിട്ട് ആ ബ്രഹ്മ ഈശാനന്മാരെ മുൻനിർത്തിക്കൊണ്ട് ദേവന്മാരെല്ലാം പ്രതിയാനം ചെയ്തു, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി, ആകാശത്തിലേക്ക് മടങ്ങിപ്പോയി എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇവിടെ 41-ാം ശ്ലോകത്തിൽ ദിഷ്ട്യാ എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മറ്റ് 38-ാം ശ്ലോകത്തിലും ദിഷ്ട്യാ എന്ന് പറഞ്ഞു. അതിന്റെ ആശയം തന്നെയാണ് ഹന്തഭാഗ്യം ജനാനാം. മേൽപ്പത്തൂര് തെരഞ്ഞെടുത്ത ഈ ഭാഗ്യം, ദിഷ്ടി തന്നെയാണ്. ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. അതുപോലെ തന്നെയാണ് ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ആ കൃഷ്ണാവതാര മൂർത്തി തന്നെ ഗുരുവായൂരിൽ വന്ന് കുടികൊള്ളുന്നത്. ഹന്തഭാഗ്യം ജനാനാം. അപ്പോ ഇങ്ങനെ ദേവന്മാർ സ്തുതിച്ച് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഭഗവതോ ഗർഭാഗമന നിരൂപണം നാമ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ ക്ലാസ് ഇല്ല, നാളെ വൈകുന്നേരമേ ഉള്ളൂ. നാളെ രാവിലെ വേറൊരു പ്രോഗ്രാം ഉണ്ട് പുറത്തൊരമ്പലത്തിൽ. രാവിലെ 9:30 മുതൽ 12:30 വരെ മറ്റാണ് പരിപാടി. കേരളശ്ശേരി കള്ളപ്പാടി മഹാദേവ ക്ഷേത്രം, കേരളശ്ശേരിയിൽ രാവിലെ പ്രോഗ്രാമുണ്ട്. വിഷ്ണു ശിവനും ഉള്ള ഒരു ക്ഷേത്രം. അന്ന് നമ്മള് യമുന ടീച്ചറുടെ ചിത്രങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയില്ലേ, അനാവരണം ചെയ്യാൻ, ദശാവതാരം. അന്ന് പുനഃപ്രതിഷ്ഠാ ദിനമായിരുന്നു ആ ക്ഷേത്രത്തില്. അവിടുത്തെ കൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ട് നാളെ ചില പരിപാടികളുണ്ട്. ആ ഭാഗത്തുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരാം. കോങ്ങാട്, കേരളശ്ശേരി, പത്തിരിപ്പാല, മങ്കര ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ വരാം. കോങ്ങാടിന് അപ്പുറം ഉള്ളവർക്കൊക്കെ വരാം. കേരളശ്ശേരിയാണ്. ഓ ഹരിയോ. നാളെ വൈകുന്നേരമേ ഉള്ളൂ. നാളെ വൈകുന്നേരം നമുക്ക് അവതാരം തുടങ്ങി വയ്ക്കാം. മറ്റന്നാൾ അവതാരത്തിലേക്ക് നമുക്ക് കൂടുതലായിട്ട്
വസുദേവരുടെയും ദേവകിയുടെയും സ്തുതിയും യോഗമായ പ്രാദുർഭാവവും അല്ലേ എല്ലാം കാണാം, ആവുന്നതൊക്കെ കാണാം. മറ്റന്നാൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആവാം. ഭഗവാന്റെ പൂജയും ഒക്കെ ഉണ്ടാവും. ആർക്കെങ്കിലും ആശ്രമത്തിലേക്ക് വരണമെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വരാം. ശ്രീകൃഷ്ണ ജയന്തി ദിവസം രാവിലെയും വേണമെങ്കിൽ വരാം, വൈകുന്നേരവും വരാം, രാത്രി വേണമെങ്കിൽ ഒന്ന് നിന്നിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് പോവാം. എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മൾ ഇത് എല്ലാവരുടെ വീടുകളിലും ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് തന്നെ നിർബന്ധിക്കുന്നില്ല. ശ്രീകൃഷ്ണ ജയന്തി എല്ലാ ഗൃഹങ്ങളിലും ആഘോഷിക്കണം. അതുപോലെ ഘോഷയാത്രകൾ, ബാലദിനം പരിപാടികളൊക്കെ ഉണ്ടാവും. എങ്കിലും വരുന്നവർക്ക് വേണമെങ്കിൽ വരാം. രാവിലെയും ഒരു പൂജ വേണമെങ്കിൽ ചെയ്യാം, വൈകുന്നേരവും ചെയ്യാം, നമുക്ക് സമയം പോലെ ചെയ്യാം. ഓം ഹരി ഓം. ശുഭരാത്രി. എല്ലാവർക്കും സുഖനിദ്ര. നാളെ വൈകുന്നേരം കാണാം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം.